പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിനെയും നാഥായ നീയും കർത്താവേ
കർത്താവേ, നീ സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായി നീക്കും.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. വചനഘോഷം തുടങ്ങുകയാണ്, വചനമാരി പെയ്യുകയാണ്. ഹൃദയമാകും വയലിൽ കതിരുപോൽ വിളയട്ടെ. നിൻവചനം തിരുവചനം. വചനഘോഷം തുടങ്ങുകയാണ്, വചനമാരി പെയ്യുകയാണ്. ഹൃദയമാകും കതിരുപോൽ വിളയട്ടെ. നിൻവചനം തിരുവചനം. നിൻവചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻവചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച കർത്താവിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. ഇനി വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയെന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അനുഭവിക്കുക. ഈശ്വരശിഹായുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ലേഖനത്തിൽ നാം ശ്രമിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നു എന്ന്. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരമാണ് ത്രിത്വൈക ദൈവ സങ്കല്പം. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ ശ്ലീഹ വളരെ മനോഹരമായിട്ട് മറുപടി പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന്. പിതാവായ ദൈവം
സ്നേഹമാകുന്നു യോഹന്നാൻ സുവിശേഷത്തിൽ വ്യക്തമാക്കുകയാണ്. ആ സ്നേഹം എപ്രകാരമാണ് എന്ന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തിന്റെ മനോഹരമായ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ്, സങ്കല്പമാണ് ആ വാക്കുകളിൽ പ്രതിധ്വനിക്കുക. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തിന്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ് നൽകുക. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പുത്രനായ ദൈവത്തിന്റെ സ്നേഹസങ്കല്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പുത്രനായ ദൈവം തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മറ്റൊരു വാക്കിൽ പറഞ്ഞ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ വേദനകളിൽ അവൻ പങ്കുചേർന്നു, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവൻ പങ്കുചേർന്നു, മറ്റുള്ളവരുടെ അസ്വസ്ഥതകളിൽ അവൻ പങ്കുചേർന്നു. അവൻ പീഡ സഹിച്ചു, മരിച്ചു. ഇതെല്ലാം ദൈവസ്നേഹ സങ്കല്പം. പുത്രൻ എത്രമാത്രം സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ ദൈവം എത്രമാത്രം സ്നേഹമായിരുന്നുവോ ആ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു പുത്രൻ തമ്പുരാൻ. ആ പുത്രൻ തമ്പുരാൻ വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സഹായകനെ നൽകാമെന്ന്. ആ സഹായം നിങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായി സാധിക്കണമെങ്കിൽ ആ ദൈവം നടന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ആദ്യം നമുക്ക് ബോധ്യം വരണം, ദൈവം സ്നേഹമാകുന്നു എന്ന്. രണ്ടാമതായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ത്രിത്വൈക ദൈവം എന്നത് ഒരു കൂട്ടായ്മയാണ് എന്ന്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം അത് കൂട്ടായ്മയാണ്. ഈ സ്നേഹ കൂട്ടായ്മയിലെ വളരെ മനോഹരമായ ആവിഷ്കാരങ്ങൾ ബൈബിൾ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏകനായിരിക്കും നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മയുടെ കുടുംബത്തെ സൃഷ്ടിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പുത്രൻ തന്റെ ശിഷ്യന്മാരെ വിളിക്കുകയാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം 3 തരം കൂട്ടായ്മയാണുള്ളത്. സമരസഭ, നമ്മൾ സഹനസഭ, തമ്പുരാനിലേക്ക് യാത്രയായി തമ്പുരാനിലെത്താത്ത എത്തിച്ചേരാത്ത വിശ്വാസികളുടെ കൂട്ടായ്മ, മനുഷ്യ വിശ്വാസികൾ തമ്പുരാനോടൊപ്പം ആയിരിക്കുന്ന വിജയസഭ കൂട്ടായ്മയാണ് പ്രതിഫലിക്കുക. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കൂട്ടായ്മ എന്നത് ഉത്തരവാദിത്തങ്ങളിൽ വളരുവാനായിട്ട് ഉള്ള ഒരു ആവിഷ്കാരങ്ങളാണ്. അത് സ്നേഹത്തിൽ വളരുവാനായിട്ട്, അത് ഉത്തരവാദിത്തം വളരുവാനായിട്ട്, അത് പങ്കുവെക്കൽ വളരുവാനായിട്ട്, പ്രോത്സാഹനത്തിൽ വളരുവാനായിട്ട്, ഭാരങ്ങൾ വഹിക്കുവാനുള്ളത് എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുത്രൻ തമ്പുരാൻ പറയുന്നത്, പിതാവിനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് പുത്രൻ തമ്പുരാൻ നൽകുക. അവൻ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഈ കൂട്ടായ്മയിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുക. ത്രിത്വൈക കൂട്ടായ്മയുടെ, ത്രിത്വൈക ദൈവ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും നമ്മുടെ ഇടവകയിലും വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവം വിഭാവനം ചെയ്യുന്ന സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് നാം വളരുക. വീണ്ടും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നാകുവാനായിട്ട്, പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണമെന്ന്. ത്രിത്വൈക ദൈവം ഒന്നാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം ഒന്നാണ്.
അത് പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ഒരു പുഷ്പത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതൾ മാത്രമാണ് എങ്കിൽ അത് പുഷ്പമാണോ എന്ന് ചോദിച്ചാൽ അത് പുഷ്പത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നില്ല. ഒരു കൈ എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ വിരലുകൾ കൂടി കൂടുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക. അതുപോലെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അതിൽ പൂർണ്ണതയിലായിട്ടേക ത്രിത്വൈകതയുള്ള സ്നേഹ ചിന്തയിൽ എത്തിച്ചേരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാം ആരംഭിക്കുന്നതും ത്രിത്വൈക ദൈവത്തിലാണ്, എല്ലാം അവസാനിപ്പിക്കുന്നതും ത്രിത്വൈക ദൈവ ചിന്തയിലാണ്. ആ ത്രിത്വൈക ദൈവ ചിന്ത പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വചനത്തിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ആശീർവാദ പ്രാർത്ഥനയായി എടുത്തിരിക്കുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ശിശുമാർക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവിക ബോധ്യം. ആ ബോധ്യമാണ് പൗലോസ് എഴുതുക. പിതാവായ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്ന്. സ്നേഹമുള്ളവരെ, ആ ത്രിത്വൈക ദൈവ ചിന്തയിൽ നമ്മുടെ കുടുംബത്തെ രൂപീകരിക്കുവാനായിട്ട് സ്നേഹത്തിൽ, സഹകരണത്തിൽ, പ്രോത്സാഹനത്തിൽ, പങ്കുവയ്ക്കയിൽ, ഉത്തരവാദിത്വം ഏൽപ്പിക്കലെല്ലാം നമ്മുടെ കുടുംബത്തെ ആ സ്നേഹ കൂട്ടായ്മയിലേക്ക്, ദൈവസ്നേഹ കൂട്ടായ്മയിലേക്ക് വളർത്തുവാനായിട്ട് ആ ദൈവസ്നേഹ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിൽ, കൃപയിൽ, ജീവിതത്തിൽ നിറയ്ക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സന്തോഷത്തോടും സാധാരണ കർത്താവേ ഞങ്ങളുടെ കാര്യങ്ങളാണെന്ന് അപേക്ഷിക്കാം. ദരിദ്രരോട് സൂക്ഷിച്ചു പ്രസംഗിക്കപ്പെടുന്നു എന്നാലും സുശിഷ്ട ജീവിച്ചുകൊണ്ട് സത്യത്തിൽ സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാതൃകയുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിന് നയിക്കുവാൻ സന്നദ്ധരായ അനേകം പ്രദേശത്തെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കൂദാശകളിലൂടെ പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കുകയും ദൈവിക ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശ ജീവിതത്തിലൂടെ ക്രിസ്തുവിൽ വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകമെന്ന് പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആബേൽ തകർത്തായും ഞങ്ങളുടെ തിരുവനന്തപുരം അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിനെയും മറ്റു മെത്രാന്മാരെയും ആദ്യ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാവനം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വാസമുദ്രത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കഴുകളട്ടെ.
ആവശ്യമായി തീർക്കപ്പെടുകയും ചെയ്യാം. അങ്ങയുടെ ആദ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിധാനബോധത്തിലെയും വർണ്ണത്തിലെയും സംസ്കാരത്തിലെയും ഉദാഹരണത്തിലെയും ഓർമ്മയാൽ ചെയ്യുവാൻ കൽപ്പിക്കുന്ന വിശുദ്ധനായ പിതാവായ ദൈവം തന്റെ കൃപയാൽ ഈ കുർബാന മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
തിരുകുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അശുദ്ധരാജങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ താവായ ദൈവമേ, നിസ്സാര ഞങ്ങളുടെ കീർത്തനങ്ങൾ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ. ഭൂവാസികളെ
സ്വർഗവാസം ഒന്നിപ്പിച്ച അങ്ങനെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെയും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മുതച്ച് സ്വർഗരാജ്യത്തിൽ ബഹുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധപ്രാർത്ഥിക്കുകയും വിശുദ്ധന്മാരെ പകരുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കുടുംബങ്ങളുടെ പകരാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരണമാകട്ടെ. ജീവൻ കാരണമാകട്ടെ. ആമേൻ. ചോദിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞ അത് ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ ഇടയാകരുതേ. സൃഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ശരീരങ്ങളാകുന്നു. നിങ്ങളുടെ രഹസ്യങ്ങൾ നൽകപ്പെടുന്നു. ഈ ആത്മീയതയെ മാതാപിതാക്കളുടെ ഗണങ്ങൾ പ്രകീർത്തിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവേ ശംസിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. നിഷ്കാഴ്ചയും രക്തവും പൂർണ്ണമായി
അറിയിപ്പുകൾ. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച 5322 രൂപ, ഹിന്ദി കുർബാന 5367 രൂപ, സെന്റ് ആഗ്നസ് ആൻഡ് മദർ തെരേസ സമർപ്പണം 540 രൂപ. നാളെ CSC കുട്ടികളുടെ 3-ാം പിക്നിക് ദിനമാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ വിശുദ്ധ കുർബാന വൈകിട്ട് 5:30 ആയിരിക്കും. സീറോ മലബാർ സഭ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഇടവാമായ ആർസി ബിജുവിന് ഇടവക കുർബാനയുടെ പേരിൽ ഏറ്റവും സുലഭമായ അഭിനന്ദനങ്ങൾ നേരുന്നു. വിൻസെന്റ് പോളിന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് 30-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ 12 മണി വരെ ബുക്ക് വിതരണം ചെയ്യുന്നതാണ്. ഒരു കുട്ടിക്ക് 10 ബുക്ക് വരെയായിരിക്കും നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കുട്ടികൾ അത് വാങ്ങുവാനായിട്ട് താല്പര്യമെടുക്കുക. നമ്മുടെ സെക്രട്ടേരി കപ്പേള കല്ലറ നിർമ്മാണം പാതി വഴിയിലാണ്. എടുത്തതായിട്ട് നമ്മൾ പൈസ നൽകാമെന്ന് പറഞ്ഞത് കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ദയവായിട്ട് നൽകി നമ്മുടെ പണി പൂർത്തീകരിക്കുവാനായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു. പള്ളിയിലെ മാസവരി പലരും കുറച്ച് നാളായിട്ട് ഉണ്ടെങ്കിൽ കിടക്കുന്നവരുണ്ട്. ദയവായിട്ട് മാസവരി നൽകി സഹകരിക്കുക. അടുത്ത ഞായറാഴ്ച കുട്ടികളുടെ കാറ്റഗീസും ആരംഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അഷ്ടാനാന്റെ കാത്താഴ്ചവും വിശുദ്ധവും ചെയ്താലും ദൈവമായി രക്ഷനെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും വേണ്ടി താതാവിന്റെ സ്തുതിയും കൃപയും സമർപ്പിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായി നീക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ തൻ പ്രിയ സുതനാം രക്ഷിച്ചു. രൂപാതൻ വരമേകുകയാം. ത്രിത്വസ്തുതികൾ പാടിമുതാ. ദിവ്യരഹസ്യം ഘോഷിക്കും. നമ്മിൽ മാനവ സ്നേഹിതനാ നാഥൻ തൻ കൃപ ചൊരിയട്ടെ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിധാനം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. ജീവനെഴും തിരു ശ്രീമായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്ഥി.
അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോളം എടുക്കുവാൻ അവരുടെ പോഷകങ്ങളെ മാതാപിതാക്കളെ അങ്ങയുടെ നിർമ്മലമായ കാത്തോളമേ ശ്രേഷ്ഠമായ അവരുടെ ഹൃദയങ്ങളെ ലോകോത്തരങ്ങളെ വിശുദ്ധമായ കാത്തോളെ ചെയ്യണമേ അങ്ങയുടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ വിശ്വാസവും പഠനത്തിന്റെ സൗഭാഗ്യത്തിന്റെ ഓർമ്മമായി തീരട്ടെ അങ്ങയോട് പ്രഘോഷിക്കുവാനും എന്നെ ചെറുക്കുവാനും